ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം തേടി റാപ്പർ വേടൻ ഹൈക്കോടതിയിൽ പരാതി നൽകിയ യുവ ഡോക്ടറുടെ മൊഴിയിൽ വസ്തുതാ പരിശോധനയ്ക്ക് ശേഷം വേടനെ ചോദ്യം ചെയ്യും. വിവരങ്ങളുമായി പ്രസാദ് കാളിദാസനുണ്ട്. പ്രസാദ്, വിവരങ്ങൾ. സമീപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഈ ഒരു പരാതി ഉയർന്നു വന്നതിന് പിന്നാലെ തന്നെ ഇത് തനിക്കെതിരെയുള്ള ഗൂഢാലോചന നീക്കമാണെന്നുള്ളത് വേടനും കുടുംബവും അടക്കം പ്രതികരിച്ചിരുന്നതാണ്. ഉടൻ തന്നെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ് വേടനും പ്രതികരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു നിയമ നടപടികളിലേക്ക്, ശക്തമായ നിയമ പോരാട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു വേടൻ എന്നുള്ളതും കൂടിയാണ്. ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നു റാപ്പർ വേടൻ ഹൈക്കോടതിയിൽ എന്നുള്ളതും കൂടിയുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ ഒരു കേസിന്റെ അന്വേഷണം അടക്കം തുടർ നടപടികളടക്കം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ സംബന്ധിച്ച് ഈ സാമ്പത്തിക ഇടപാടുകൾ വേടനുമായി നടന്നിട്ടുണ്ട് എന്ന് യുവതി മൊഴി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നതായി സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതിനുശേഷം ഈ ഒരു തുടർ നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതായിരുന്നു സിറ്റി പോലീസ് കമ്മീഷണർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇപ്പോൾ നിലവിലെ അന്വേഷണ ചുമതല ഇൻഫോ പാർക്ക് SHOയ്ക്കാണ്. അത് തൃക്കാക്കര ACPയിലേക്ക് കൈമാറിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അന്വേഷണ സംഘം വേടനെ ഇനിയുള്ള മണിക്കൂറുകളിൽ വിളിപ്പിച്ച് ചോദ്യം ചെയ്യും. വേടന്റെ കൃത്യമായ മൊഴിയെടുക്കും എന്നുള്ളതും കൂടി പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ വേടന്റെ ചില സുഹൃത്തുക്കളെയും കൂടി വിളിച്ച് മൊഴിയെടുക്കും എന്നുള്ളതും കൂടിയാണ് വ്യക്തമാകുന്നത്. നിലവിലെ സാഹചര്യത്തിൽ, നിലവിലെ മണിക്കൂറിൽ ഏറ്റവും പുതിയ വാർത്ത, മുൻകൂർ ജാമ്യാപേക്ഷയുമായി വേടൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വൃന്ദ, ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം തേടി റാപ്പർ വേടൻ ഹൈക്കോടതിയിൽ പരാതി നൽകിയ യുവ ഡോക്ടറുടെ മൊഴിയിൽ വസ്തുതാ പരിശോധനയ്ക്ക് ശേഷം വേടനെ ചോദ്യം ചെയ്യും. വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു പ്രസാദ് കാളിദാസൻ.